ഹായ്, അപ്പോൾ ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് തെർമോസ്റ്റാറ്റാണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഏത് കളറാണ്, ഏതൊക്കെ ടൈപ്പാണ്, 24 വോൾട്ട് ഉണ്ട്, 230 വോൾട്ട് ഉണ്ട്, ടൈപ്പ് ഓഫ് പൈപ്പ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വയർഡ്. പിന്നെ ഇത് മോഡ്ബസ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളുള്ള ഒരു ടൈപ്പ് തെർമോസ്റ്റാറ്റാണ്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ കവറ്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കണക്ഷൻസ്. ഈ കണക്ഷൻസ് ഇത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കേബിൾ കൊടുക്കാനുള്ള ഏരിയയാണ്. ഇവിടെയാണ് നമ്മൾ 230 വോൾട്ട് കണക്ഷൻ പവർ കൊടുക്കുന്നത്. ഇവിടെ അതിൻ്റെ ഹൈ, മീഡിയം, ലോ ഫാൻ സ്പീഡുണ്ട്. ഇതിനെ ഫാനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഓൾറെഡി ന്യൂട്രൽ വയർ ഫാനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഓപ്പൺ ക്ലോസ് വാൽവിൻ്റെ, അതായത് ടു വേ വാൽവാണ്. ഓപ്പൺ ക്ലോസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഒരു 230 വോൾട്ടിൻ്റെ തെർമോസ്റ്റാറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് 230 വോൾട്ട് എന്ന്. അപ്പോൾ നമ്മൾ 2 കേബിൾ ഉപയോഗിച്ചിട്ട് പവർ കണക്ട് ചെയ്തിട്ടുണ്ട് 230 വോൾട്ട്. ഫാനിൻ്റെ കണക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടില്ല. ഓൾറെഡി നമ്മൾ ടെസ്റ്റർ വെച്ചിട്ട് കാണിക്കാം ഓരോ സ്പീഡും പോകുന്നതും വാൽവ് ഓപ്പൺ ക്ലോസ് ആവുന്നതും ഇതിനകത്ത് ചെയ്യാം. പിന്നെ ഇതൊരു എനർജി സേവിങ് ടൈപ്പ് തെർമോസ്റ്റാറ്റാണ്. അതുകൊണ്ടാണ് ഇതിനൊരു കീ ഗാർഡ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഇപ്പോൾ ആളില്ലാത്ത സമയങ്ങളിൽ ഇതിനെ ഒക്കുപ്പൻസി ഇല്ലാത്തപ്പോൾ നമുക്ക് അതിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് മാറ്റി അവിടെ എനർജി സേവിങ് കൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇതിൻ്റെ കണക്ഷൻസ്. അപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓൺ ആക്കാം. തെർമോസ്റ്റാറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. അപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം, ഇവിടെ അതിൻ്റെ മോഡുകൾ, ഫാൻ സ്പീഡ്, വാൽവ്. ഈ 1 2 3 എന്ന് കാണിക്കുന്നത് ഡേയ്സ് ആണ്. 1 to 7 ഡേയ്സ് ഇവിടെ കാണിക്കും. പിന്നെ ഇതിൻ്റെ ഓട്ടോ മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിൻ്റെ ഫാൻ സ്പീഡുകൾ നമുക്ക് ഇവിടെ ഈ ഒരു ബട്ടൺ ഫാനിൻ്റെ ഉണ്ട്, മോഡിൻ്റെ ഉണ്ട്. ഇവിടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും. ഇപ്പോൾ ഞാൻ മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മോഡ് കൂൾ മോഡായിട്ടുണ്ട്, ഹീറ്റ് മോഡായിട്ടുണ്ട്, വെന്റിലേഷൻ മോഡായിട്ടുണ്ട്. ഇങ്ങനെ 3 മോഡുകൾ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഫാൻ സ്പീഡ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിപ്പം ലോ സ്പീഡിലാണ് ഇപ്പോൾ ഏറ്റവും 3 ലീഫ് കാണിക്കുന്ന ലോ സ്പീഡ്. ഇത് ഓട്ടോ സ്പീഡ്. ഓട്ടോ സ്പീഡ് എന്ന് പറയുമ്പോൾ ഏത് ടെമ്പറേച്ചർ വന്നാലും ആ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അതിൻ്റെ ഫാൻ സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇത് മാനുവലി നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ഒരാൾക്ക് ഹൈ സ്പീഡ് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ല മീഡിയം സ്പീഡ് മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ലോ സ്പീഡ് മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതെല്ലാം ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോ, മീഡിയം, ഹൈ ഇതിങ്ങനെ വന്ന് പൊക്കൊണ്ടേയിരിക്കും. അതല്ല നമുക്ക് വാൽവുകൾ ഓപ്പൺ ചെയ്യണ്ട എന്ന് ഫാൻ മാത്രം മതിയെങ്കിൽ നമുക്ക് ഇതിനെ ഹീറ്റ് മോഡിലോ മോഡിൽ ക്ലിക്ക് ചെയ്ത് ഹീറ്റ് മോഡിലോ വെന്റിലേഷൻ മോഡിലോ യൂസ് ചെയ്യാം. നമ്മൾ നോർമലി വെന്റിലേഷനും കൂൾ മോഡും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഹീറ്റ് മോഡിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടൈമും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനിയും ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. ഫാനും മോഡും തമ്മിലുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. 1 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലാണ് ഓരോരോ കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് കോൺഫിഗറേഷൻ, -2. അതായത് ഇതിൻ്റെ കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഫാൻ കൺട്രോൾ ആണ്. അതായത് ഫാൻ ഓഫ് ആവണോ, ഓൺ ആവണോ, ടെമ്പറേച്ചർ അച്ചീവ് ചെയ്തിട്ടും ഫാൻ ഓഫ് ആവണോ, ഓൺ ആവണോ എന്ന് അറിയേണ്ടതാണ് ഇതിനകത്തെ 2 എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത 3 എന്ന് പറയുന്നത് ലോക്ക് മോഡാണ്. അടുത്തത് ഹീറ്റിൻ്റെ മിനിമം എത്ര വേണം എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചർ സെറ്റിങ്സ് ഒക്കെയാണ്. അപ്പം പിന്നെ ഡിസ്പ്ലേയിൽ ഏത് കാണിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ഓപ്ഷൻസ് വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഏതാണ്, അതിനകത്ത് എത്രയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇതിനകത്ത് അറിയുന്നത്. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ്റെ പാരാമീറ്റേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം.